കലാഭമണി മെമ്മോറിയൽ അവാർഡ് കമ്മിറ്റിയുടെ ഏഴാമത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. നടൻ കലാഭവനിയുടെ സ്മരണാർത്ഥം നൽകുന്ന അവാർഡുകൾ അദ്ദേഹത്തിന്റെ 55-ാമത് ജന്മദിനത്തോട് അനുബന്ധിച്ചാണ് പ്രഖ്യാപിച്ചത്. ജനുവരി 1-നാണ് കലാഭവനിയുടെ ജന്മദിനം. മമ്മൂട്ടിയുടെ ഇത്തവണ മികച്ച നടനുള്ള അവാർഡിന് അർഹനായത്. കളങ്കാവിലെ പ്രകടനമാണ് പുരസ്കാരത്തിന് അർഹനായത്. ലോകയുടെ ചന്ദ്രയായുള്ള പ്രകടനത്തിലൂടെ കല്യാണി പ്രദേശൻ മികച്ച നടിയായി. നിവിൻ പോയി നായകനായി എത്തിയ സർവ്വമായിയാണ് മികച്ച സിനിമ. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ചിത്രം ഡിസംബർ 25-നാണ് തിയേറ്ററിലെത്തിയത്. എക്കോ സിനിമയുടെ ദിൽജിത്ത് അയ്യത്താർ മികച്ച സംവിധായകനായി. മോഹൻലാൽ നായകനാക്കിയ തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരുമാണ് ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തത്. ഇവ കൂടാതെ സിനിമയിലെ വിവിധ മേഖലയിലേക്കുള്ള പുരസ്കാരങ്ങളും കലാഭമണി മെമ്മോറിയൽ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമായി ചലച്ചിത്ര മേഖലയിലെ വിവിധ രംഗങ്ങളിലുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ടു. ബാലചന്ദ്ര മേനോൻ, വിജയകുമാരി, ഓം മാധവൻ, സിയാദ് കോക്കർ, സുന്ദർദാസ്, അംബിക, മേനക സുരേഷ്, കലാഭവൻ റഹ്മാൻ, ജാനു ഐച്ചാണ്ടി, ചന്ദ്രമോഹൻ, ഖാദർ കൊച്ചിഴിയൂർ എന്നിവരാണ് ഈ പുരസ്കാരത്തിന് അർഹനായത്. സിനിമയ്ക്ക് പുറമെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവരിലെ മികവേറിയ വ്യക്തിത്വങ്ങൾ അവാർഡിന് അർഹരായിട്ടുണ്ട്. മാർച്ച് അവസാനം അവാർഡ് സമർപ്പണം നടത്തുമെന്ന് കമ്മിറ്റി ഭാരവാഹി അറിയിച്ചു.